ദില്ലിയിൽ ഒരു ആൾക്കൂട്ടം ഒരു യുവാവിനെ തല്ലിക്കൊന്നു. യുവാവിനെ തല്ലിക്കൊന്ന ആൾക്കാരുടെ മതവും കൊല്ലപ്പെട്ട യുവാവിൻ്റെ മതവും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഹോളി ആഘോഷം നടക്കുമ്പോൾ ഒരു പെൺകുട്ടി 12 വയസ്സുകാരി ഒരു കളർ വെള്ളം നിറച്ച ബലൂൺ എറിയുന്നു. അത് അച്ഛൻ്റെ ദേഹത്ത് കൊള്ളുന്നതിന് പകരം താഴെ റോഡിലേക്ക് ചെന്ന് വീഴുന്നു. വീടിൻ്റെ നിലയിൽ നിന്നാണ് എറിയുന്നത്. അത് തറയിൽ വീണതിന് ശേഷം പൊട്ടിയപ്പോൾ അതുവഴി നടന്നു വന്ന ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് അതിൽ നിന്ന് കുറച്ച് തുള്ളികൾ തെറിക്കുന്നു. അവർ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. ആ പ്രശ്നമുണ്ടാക്കിയ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. അവർ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഈ വീട്ടുകാർ ചെന്ന് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ടും കേൾക്കാതെ ഇവരുടെ വീട്ടിൽ നിന്ന്, ഈ മുസ്ലിം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ 10-25 പേർ വരുന്നു. വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ 25 വയസ്സായ തരുൺ കുമാർ ആ വീട്ടിലേക്ക് വരികയായിരുന്നു സ്കൂട്ടറിൽ. അയാളെ തടഞ്ഞു നിർത്തി കമ്പിയും കല്ലും ഒക്കെ കൊണ്ട് അടിച്ചു കൊന്നു. അതിനുശേഷം കനത്ത പോരാട്ടത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് അവിടുത്തെ സർക്കാർ ഇവർക്കെതിരെ കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയാണ്. ഇത് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചതെങ്കിൽ ഇവിടെ എന്താവുമായിരുന്നു സാർ അവസ്ഥ? അത് ഞാൻ ഇതിനു മുമ്പ് 1-2 ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഇവിടെ സമുദായമൊക്കെ നോക്കിയിട്ടാണ് പോലീസ് കേസെടുക്കുന്നതും അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതൊക്കെ. ഇപ്പോൾ ഒരു ഉത്തർപ്രദേശിൽ നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, അയാളുടെ മരുമകൻ, അയാളുടെ പേര് മുക്താർ അൻസാരി എന്ന് വെച്ചാൽ അധോലോക നായകനാണ്. അയാളുടെ പേരിലില്ലാത്ത കേസുകളൊന്നുമില്ല. എത്രയോ പേരെ കൊന്നിരിക്കണു അയാൾ. എത്രയോ പേരെ കൊന്നിരിക്കണു. നേരിട്ട് ചെന്ന് കൊന്നിരിക്കണു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു എൻകൗണ്ടർ ഡെത്തിലോ മറ്റോ അയാളെ കൊന്നു. പോലീസിൻ്റെ വെടിയേറ്റ് അയാൾ മരിച്ചു. അതുപോലെ വേറെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഇവരെ മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കുകയാണ്, ഗെറ്റോയിസേഷൻ നടക്കുകയാണ്, മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ഇവിടുത്തെ ലിബറൽസും സെക്യുലറിസ്റ്റും ദ സോ കോൾഡ് ഡെമോക്രാറ്റ്സുമാണ് എന്താ പറയുക രംഗത്ത് വരിക. ഇപ്പോൾ പ്രിയൻ ഓർക്കുന്നുണ്ട് ലിഞ്ചിങ്, ഒരു മോബ് ലിഞ്ചിങ്ങിൽ ഒരാളുടെ വീട്ടിൽ എന്താ മറ്റേ മുഹമ്മദ് അഖ്ലാഖ് അയാളുടെ വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അയാളെ തല്ലിക്കൊന്നു എന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ നടന്നത് അതൊന്നുമല്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്. നടന്നത് എന്താണെന്ന് വെച്ചാൽ അവരിത് യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് എന്തോ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തല്ല് നടന്നു. അത് നിയന്ത്രിക്കേണ്ടതിന് പകരം അയാൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. ഈ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയാണ്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷം ആക്രമിക്കപ്പെട്ടാലും, ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടാലും അതിനെ കുറച്ച് കാണിക്കുകയും വളരെ ലഘൂകരിച്ച് കാണിക്കുകയും, അതേസമയം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷക്കാരന് നേരെ ഒരു എന്താ പറയുക അനിഷ്ട സംഭവം നടന്നാൽ അത് പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇന്ത്യയുടെ ബ്യൂറോക്രസിയുടെയും മീഡിയയുടെയും സ്വഭാവം. പറഞ്ഞു വരുമ്പോൾ നമ്മൾ മീഡിയയുടെ സ്വഭാവത്തിലേക്ക് എത്തും. ഈ ഇന്ത്യയിലെ മീഡിയ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു മിഷനറി പ്രവർത്തനം പോലെയാണ്. എല്ലാവർക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു കാര്യങ്ങളിലൊന്നും. അവർ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അവരും ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നാണ് ഇന്ത്യയിലെ മീഡിയ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ മീഡിയയുടെ മിഷനറി വർക്ക് പിന്നീടുണ്ടായ കാലത്ത് ഒരുതരം മെഴ്സിനറി ജോബായിട്ട് മാറി. അതാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുത്തൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളെ വധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വാർത്താ പ്രാധാന്യമില്ല. അതേസമയം ഒരു സംഘർഷത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്ക് പരിക്ക് പറ്റിയാൽ മതി, തീർന്നു. ഇത് എന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് മുഹമ്മദ് അലി ജിന്ന ഓർഡർ ചെയ്ത് 1946 ഓഗസ്റ്റ് 6 വരെ തുടങ്ങിയതാണ്. ആ ഡയറക്റ്റ് ആക്ഷൻ ആർക്കെതിരായിട്ടായിരുന്നു? ഹിന്ദുക്കൾക്കെതിരായിട്ടാണ്. അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഗാന്ധി നവഖാലിയിലും ഉത്തരേന്ത്യയിലേക്ക് ബംഗാളിലൊക്കെ പോയത് ഹിന്ദുക്കളോട് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനും അവരെ
എന്താ പറയണേ, പിന്തിരിപ്പിക്കാനുമായിട്ടാണ് ഗാന്ധി തിരിച്ചടിക്കാതിരിക്കാൻ ശ്രമിച്ചത്, വേണ്ടിയിട്ട്. തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുഹൃദ്വാദി എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക് ഭീകരൻ, സൊഹ്റാവർദി. അയാളൊരു മുസ്ലിം ഭീകരവാദിയായിരുന്നു. അതെ. അയാൾ അവിടെ ഹിന്ദുക്കളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് കൊല്ലാനാണ് ഉത്തരവിട്ടിരുന്നത്. അതെ. ഇപ്പോഴും അതിനെ പറ്റിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും പറയില്ല. കാരണം ഇവരെ സൂചിപ്പിക്കണമല്ലോ. അവരുടെ പ്രവർത്തന രംഗത്ത് നമ്മുടെ ഈ ഇസ്ലാം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം അത് അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ ഇറാനെയാണ് വൻതോതിൽ ആൾക്കാർ പുകഴ്ത്തുന്നത്. എല്ലാ എന്താ പറയണ സിമ്പതിയും അതുപോലെ സപ്പോർട്ടും ഇറാന് കൊടുക്കുകയും അമേരിക്കയെയും ഇസ്രയേലിനെയും നിഷ്കരുണം എന്താ പറയണ വിമർശിക്കുകയും ചെയ്യുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ടു പല മുസ്ലിം ദേവാലയങ്ങൾ, കേരളത്തിലെ മുസ്ലിം ദേവാലയങ്ങളുടെ മുമ്പിലും ആയത്തുള്ള ഖമീനിയുടെ വലിയ ചിത്രം വെച്ച് കഴിഞ്ഞിട്ട് രക്തസാക്ഷി ഷഹീദ് ആണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? അദ്ദേഹം പറഞ്ഞത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ ആൻഡ് ഡെത്ത് ടു ഇന്ത്യ എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഡെത്ത് ടു ഇന്ത്യ മീൻസ് ഡെത്ത് ടു ഹിന്ദുസ് എന്നാ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അയാൾക്ക് ഇവിടെ എന്ത് സിമ്പതി ഫാക്ടറാണ് അയാൾക്ക് കിട്ടേണ്ടത്? അപ്പം ഇത് ഒരു എന്താ ഈ നമ്മുടെ മാധ്യമ രംഗത്ത് ബാധിച്ചിരിക്കുന്ന ജീർണതയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അല്ലാതെ എന്താ പറയാൻ പറ്റുക ഇതിന്? എല്ലാ കേസിലും എടുത്ത് നോക്കിക്കോളൂ. പലപ്പോഴും ഫേക്ക് ഫോട്ടോഗ്രാഫ്, വ്യാജ ചിത്രം ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്തകൾ കൊടുക്കും. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ലവ് ജിഹാദ് എന്ന പേരിൽ നടക്കുന്നുണ്ടല്ലോ കേസിൽ. ലവ് ജിഹാദിൽ പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളുടെ കൂടെ ഓടിപ്പോകുന്ന യുവതികൾ, സ്വന്തം ഇഷ്ടപ്രകാരം ഓടിപ്പോകുന്ന യുവതികൾ അധികം പേരും ആത്മഹത്യയിലോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിനോ വിധേയമാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സെക്യുലറിസ്റ്റുകളുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയും. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമല്ലേ, ഇതൊക്കെ ചാവണം മുഴുവൻ ഒറ്റപ്പെട്ട സംഭവമല്ലേ. വളരെ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ പ്രശ്നം കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ കേരളത്തിലല്ല, സോറി, ഭാരതത്തിൽ മൊത്തം നടക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ നിസ്സാരവൽക്കരുത്. കേരളത്തിലെ മീഡിയ ഒന്നും ഈ തരുൺ എന്ന് പറയുന്ന യുവാവ് മരിച്ചതിനെ പറ്റി മിണ്ടിയിട്ടില്ല. സർ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ വംശഹത്യ നടത്തിയപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ അത് കൊടുത്തു. അവസാനം ഗതികെട്ടിട്ടാണ് കേരളത്തിലെ മീഡിയ അത് കൊടുത്തത്. അവർക്ക് പറയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഈ പറയുന്ന അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമപ്രവർത്തകരുണ്ട്. അതായത് ഹിന്ദു സമൂഹം സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്നും ഇവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും പരോക്ഷമായിട്ട് പറഞ്ഞ ആളാണ്. പ്രിയൻ ഈസ് നോട്ട് വർത്ത് ടോക്കിംഗ് അബൌട്ട്. ഈസ് ഓൺലി എ ന്യൂസ് റീഡർ ഓർ ന്യൂസ് ആങ്കർ പേഴ്സൺ. അയാളെ പറ്റിയിട്ട് നമുക്ക് മറക്കാം. അയാളെ പറ്റിയിട്ട് ഈസ് എൻ ഇറലവൻറ്റ് പേഴ്സൺ. ഹീ ഈസ് എൻ ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറലവൻറ്റ് പേഴ്സൺ. ഞാൻ അയാളെ ഒരു തവണ എങ്ങാണ്ടൊക്കെ കണ്ടിട്ടുള്ളൂ, ഈ ടി വിയിൽ കണ്ടിട്ടുള്ളൂ. അയാളെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അയാളൊരു എന്താ ക്രിസ്ത്യൻ ഫെനാറ്റിക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഇത് ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു വലിയ സംഭവം നടന്നു. ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് നടന്നു. മഹാമാഘം എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ ഏത് ടെലിവിഷൻ ചാനലാണ്, ജനം ടി വി ഒഴികെ കേരളത്തിലെ ഏത് ടെലിവിഷൻ ചാനലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പിന്നെ അത് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പുത്രൻ നമ്മുടെ ഹരിദ്വാറിലൊരു ആഘാരയുടെ ഹെഡായിട്ട് നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും വാർത്താ ചാനലുകൾ ഒരു ഇത് കൊടുത്തോ? അതേസമയം എവിടെയോ കിടക്കുന്നൊരു ഇടവകയുടെ അല്ലെങ്കിൽ രൂപതയുടെ ബിഷപ്പായിട്ട് ഏതെങ്കിലും ഒരു തോമസ് വൈദ്യനെയോ അതല്ലെങ്കിൽ മറ്റേ വർഗീസ് പുണ്യവാളനെയോ നിയമിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവചരിത്രം മൊത്തം എഴുതും. ഫോർ വാട്ട്? ആഫ്റ്റർ ഈസ് എ ബിഷപ്പ് ഒൺലി. ഒരു എന്താ ഈ ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ രണ്ട് CPIM പിന്നെ കത്തോലിക്ക സഭയായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. CPM-ൻ്റെ ഏരിയ സെക്രട്ടറി അതുപോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരങ്ങ് വാനോളം അങ്ങ് പുകഴ്ത്തി എഴുതുകയാണ്. ഒരുത്തന്നെ ബിഷപ്പായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബപ്പേര്, വീട്ടുപേര്, അപ്പൻ്റെ പേര്, അമ്മയുടെ, അതൊക്കെ എഴുതി ദിവസങ്ങളോളം ഈ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുകൾ സജലങ്ങളായി.
കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ എന്താ മുട്ടുകുത്തിയിരുന്നു. ഇത് ഇവർ കണ്ട പോലെയാണ് പറയണത്. ഇവർ കണ്ട പോലെയാണ് പറയണത്, എഴുതി പിടിപ്പിച്ചിരിക്കണം മുഴുവനും. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വാർത്തകളാണ്, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വാർത്തകളാണ്. ഇത് നമ്മുടെ ചിന്മയാനന്ദൻ മരിച്ചു കഴിഞ്ഞിട്ട് കേരളത്തിലെ ഒരു പത്രം, ഹിന്ദുക്കളുടെ എന്ന് കരുതപ്പെടുന്ന ഒരു പത്രം, ഒരു സിംഗിൾ കോളം ന്യൂസാണ് കൊടുത്തത്. അതേസമയം ക്രിസ്ത്യാനികളുടെ പത്രം അവർ ഏറ്റവും വലിയ ഹെഡ്ലൈനായിട്ട് കൊടുത്തു. അവർക്കറിയാം വിൽക്കേണ്ടത് എങ്ങനെയാണെന്ന്. അന്നുതൊട്ട് കുറേ ഹിന്ദുക്കളെങ്കിലും ആ പത്രം മേടിച്ച് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അൾട്ടിമേറ്റ് എയിം ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഈ ലവ് ജിഹാദ്, ഇപ്പോൾ കേരള സ്റ്റോറി പാർട്ട് 2 സിനിമയ്ക്കെതിരെ നടന്ന എന്താ ക്യാമ്പയിൻ, കേരളത്തിന് വെളിയിൽ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ആ സിനിമ വളരെ ശ്രദ്ധേയത്തോടുകൂടിയാണ് കാണുന്നത്, വളരെ ശ്രദ്ധേയമായിട്ടാണ് കാണുന്നത്. ആൾക്കാർ മുഴുവൻ പോയി കാണുന്നത്. അവർ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കണമെന്നാണ് പറയുന്നത്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇതൊരു ഈ അതിനകത്ത് എക്സാഗ്രേഷൻ ഒന്നുമില്ല. അത് സമുദായത്തിൽ വെറുപ്പുണ്ടാവുന്ന എന്താ പറയണേ, അതിനു വേണ്ടി സൃഷ്ടിക്കുകയാണ് ഇതേ ആൾക്കാർ തന്നെ. പ്രിയനറിയോ, പണ്ട് ഈ ചെന്നൈയിൽ നിന്നല്ല, റേഡിയോ സിലോൺ എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പണ്ട് മലയാളം 3 മുതൽ 3:30 വരെയോ 3 തൊട്ട് 4 വരെയോ എന്തോ അരമണിക്കൂർ ചലച്ചിത്ര ഗാനങ്ങളും ഗാന സന്ദേശങ്ങളും ഒക്കെ പ്രക്ഷേപണം ചെയ്തത്. ആ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു അവർ, വാനമുദ്ദം എന്ന് പറയും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിലെ നാടകങ്ങൾക്കൊക്കെ ഒരേ പാറ്റേണാണ്. ഹിന്ദുക്കളൊക്കെ ദുഷ്ടന്മാരും, മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾ മുഴുവൻ നല്ല ആൾക്കാരും. അവർ മറ്റേ മാലാഖന്മാരാണ്. അപ്പോൾ അതിലൊരു നാടകം ഞാൻ ഇപ്പോഴും അധികം ഞാൻ പറയുന്നില്ല. ഒരു രാഘവൻ നായർ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ, അയാൾ അസുഖം ബാധിച്ച് ചുമ പിടിച്ച് കിടക്കുകയാണ്. അപ്പം വീട്ടിൽ അയാളെ ആശുപത്രി കൊണ്ടുപോകാനോ അയാൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനോ എന്താ പറയുക പൈസയൊന്നുമില്ല. അയാളുടെ മകളുടെ പേര് തുളസി എന്നാണ്. അപ്പോൾ തുളസി തൊട്ടടുത്ത വീട്ടിലെ ഗോവിന്ദൻ നായരുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ഗോവിന്ദൻ നായർ പറഞ്ഞു, ആഹാ, ഇപ്പോൾ നിനക്ക് എൻ്റെയൊക്കെ പേരും ഇതൊക്കെ ഓർമ്മ ഒന്നുമില്ല, എന്താ വേണ്ടതെന്ന് നിൽക്കുന്നത്. അപ്പോൾ അവൾ പറയും, എൻ്റെ അച്ഛൻ തീരെ വയ്യാതെ കിടക്കുകയാണ്, ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്നൊക്കെ പറയും. അവസാനം അയാൾ പറഞ്ഞ പോലെ അയാളുമായി കിടക്ക പങ്കിടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി വേറൊരു നായരുടെ വീട്ടിൽ പോയി. ആ നായർ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവർ അയാളുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ നല്ലവനായ ഫ്രാൻസിസ് മുതലാളി അവളെ കണ്ടു. അപ്പോൾ അവൾ ചോദിച്ചു, എന്താ കുഞ്ഞ്, എന്തിനാ കരയുന്നത്? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒട്ടും വിഷമിക്കണ്ട, നീ ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എത്രയോ രൂപ എണ്ണി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിലേക്ക് ഞാൻ കൂടെ വരാം, അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം, നിൻ്റെ അച്ഛനെ എല്ലാം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുകൊണ്ട്, നീ പൈസയ്ക്ക് നീ വെച്ച ഒന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, നിനക്കെന്തെങ്കിലും സാമ്പത്തികമായി ഒരു നല്ല നില വന്നാൽ, ആരെങ്കിലും പാവപ്പെട്ടവർ നിന്നെ സഹായിക്കുമ്പോൾ, സഹായത്തിനായിട്ട് വരുമ്പോൾ അവർക്കും ഇത് കൊടുക്കണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നാടകത്തിൻ്റെ അടുത്ത സീനിൽ രണ്ടുപേരും, ഇപ്പം നമ്മുടെ തുളസീനെ കാണാറില്ലല്ലോ. തുളസി ആളാകെ മാറിപ്പോയി. തുളസിയുടെ അച്ഛൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അത് കഴിഞ്ഞതോടുകൂടി തുളസിയെ ഫ്രാൻസിസ് മുതലാളി ദത്തെടുത്തു. ഇപ്പോൾ തുളസി ഒരു സഭയിൽ, ഒരു കന്യാസ്ത്രീ മഠത്തിൽ സിസ്റ്റർ തെരേസയായിട്ട് കഴിയുകയാണ്. ഇങ്ങനെയുള്ള നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതെ 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 അതെ. അപ്പോൾ അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില നോവലിസ്റ്റുകളുടെ നോവലുകൾ വായിക്കുമ്പോൾ കാണാം, അതിനകത്ത് ഒരു സബ്റ്റിൽ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഹിന്ദുക്കൾക്കെതിരായിട്ട് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് സാധാരണക്കാരൻ വായിച്ച് കഴിയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്ത് അമിതാഭ് ബച്ചനും ഋഷി കപൂറും പിന്നെ വിനോദ് ഖന്നയായിട്ട് അഭിനയിച്ച സിനിമ. ആ സിനിമ കണ്ടതോടുകൂടി ആൻ്റണി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഭയങ്കര ഡിമാൻഡായി.
മനസ്സിലായില്ലേ? പല പെൺകുട്ടികളും, ഹിന്ദു പെൺകുട്ടികളും പോയിട്ട് ഗോവൻ ആന്റണി ഡിസൂസ, മൈക്കേൽ ഡിസൂസ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പുറകെ പോയി എന്താ പറയുക, പ്രണയത്തിൽപ്പെട്ട് അവസാനം കൊച്ചുമായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. ഇത് നടന്ന സംഭവമാണ് പ്രിയൻ. ഇതൊന്നും ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയണതല്ല. ഇതിനൊക്കെ രേഖകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള രേഖകളുണ്ട്. നടന്ന സംഭവമുണ്ട്. വാർത്തകളുണ്ട്. അതിനൊന്നും നമ്മുടെ സെക്യുലറിസ്റ്റുകൾക്ക് യാതൊരു കുഴപ്പമില്ല.